നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉടൻ ഓൺ ചെയ്യേണ്ട 5 സെറ്റിങ്സ് ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യത്തെ സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡാർക്ക് മോഡാണ്. ഈ ഡാർക്ക് മോഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഫുൾ ടൈം ഓൺ ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബാറ്ററിക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ രാത്രിയെങ്കിലും ഇത് എനേബിൾ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് സിമ്പിളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡാർക്ക് മോഡ് എപ്പോഴും ഓൺ ആക്കാൻ നിങ്ങൾ ശ്രമിക്കും. രണ്ടാമത്തെ സെറ്റിങ്സിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ബാറ്ററി കാണാൻ സാധിക്കും. ഈ ബാറ്ററിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല മൊബൈൽ ഫോണിലും പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഈ ഒരു പോക്കോ C3 എന്ന മൊബൈൽ ഫോണിൽ കറൻറ്റ് മോഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ബാലൻസ്ഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബാറ്ററി സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ഇത് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി നിലനിർത്താൻ സാധിക്കും. അതായത് ഏറ്റവും ചുരുങ്ങിയത് 20% ആകുന്ന സമയത്ത് ഇത് ബാറ്ററി സേവർ ഓൺ ആക്കാൻ നിങ്ങൾ മറക്കരുത്. ഇത് പല മൊബൈൽ ഫോണിലും 20% ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആക്കേണ്ട ഓപ്ഷനും എനേബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ആക്കി വെക്കുക. അല്ലാത്തവർ ഇതുപോലെ സെറ്റിങ്സിൽ വന്നിട്ട് ബാറ്ററി സേവർ ഓൺ ആക്കാൻ മറക്കരുത്. മൂന്നാമത്തെ സെറ്റിങ്സിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പല മൊബൈൽ ഫോണിലും പല ആയതുകൊണ്ട് ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിവിടെ സെർച്ച് ചെയ്യേണ്ടത് ഫൈൻഡ് ഡിവൈസ്. ഇതുപോലെ ഫൈൻഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫൈൻഡ് ഡിവൈസ് വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫൈൻഡ് ഡിവൈസും പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. അത് എനേബിൾ ആക്കി കൊടുക്കുക. അങ്ങനെയാണ് എനേബിൾ ആക്കുന്ന സമയത്ത് മറ്റ് ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഈ 3 ഓപ്ഷനും നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തിട്ട് ഇവിടെ ഗ്രാൻഡ് പറഞ്ഞ ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ സബ്മിറ്റ് അടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഞാൻ ഓഫ് ആക്കിയത് കൊണ്ടാണ്. നിങ്ങളങ്ങനെ ഓണാക്കി നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്ന സമയത്ത് അത് നിങ്ങളുടെ ഫൈൻഡ് ഡിവൈസ് ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ആക്കാൻ ശ്രമിക്കും. നാലാമത്തെ സെറ്റിങ്സിന് വേണ്ടി നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ കണ്ടെത്തുക. ഇതുപോലെ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗമുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഉദാഹരണത്തിന് അവിടെ ChatGPT പറഞ്ഞ ഓപ്ഷനിൽ ഈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴെ ഇവിടെ ആപ്പ് പെർമിഷൻ കാണാൻ സാധിക്കും. ഈ ആപ്പ് പെർമിഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാമറ, മൈക്രോഫോൺ കാര്യങ്ങളൊക്കെ കോണ്ടാക്റ്റും ലൊക്കേഷനൊക്കെ ഇപ്പോൾ ഡിസേബിൾ ആണ്. ഇതുപോലെ ക്യാമറ, മൈക്രോഫോൺ എനേബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് ഡിസേബിൾ ആക്കാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിസേബിൾ ആക്കുക. ഇനി അവസാനത്തെ സെറ്റിങ്സിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്നുകിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കണ്ടില്ലേ പാരൻ്റൽ കൺട്രോൾസ് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഡിജിറ്റൽ ടൂൾസ് പറഞ്ഞ ഈ ഓപ്ഷനിൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവിടെ ഷോ യുവർ ഡാറ്റ പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾ എത്ര തവണ മൊബൈൽ ഫോണിൽ എന്തൊക്കെ ഉപയോഗിച്ച് എന്നുള്ളതിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുതുതായി ലഭിച്ച ഏത് കാര്യമാണോ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.